ഹായ് എവരി വൺ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തു. സോ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് കമൻസ് ആണ് അതിൽ വന്നുകൊണ്ടിരുന്നത്. ഇതാണ് ആ വീഡിയോ. elbow flexion 1 2 വെള്ളം കൈ ബാക്കോട്ട് പോകേണ്ട ഷോൾഡർ ലൈൻ മെയിൻറ്റെയിൻ 3 elbow flexion 4. ഈ ഒരു വീഡിയോയിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ വന്നൊരു കമന്റാണ്. ഇതിലൊരു കമന്റാണ് സയൻസ് ഇട്ട് പുടുങ്ങുന്നവരൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങുമെന്ന് പറയുന്നത്. സയൻസ് ഇട്ട് പുടുങ്ങിയിരുന്നെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ വീഡിയോ ചെയ്യില്ല. ഈ കമന്റ് പോയിന്റ്, ഈ ഒരു സിംഗിൾ ലെഗിൽ നമ്മൾ കേബിൾ ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? നമ്മൾ നോർമലി ഒരു കേബിൾ ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കേബിൾ നമ്മുടെ ബോഡിയെ ബാക്കോട്ട് വലിക്കുന്നുണ്ട്. അതായത് ആ ഒരു പൊസിഷനിൽ നമ്മൾ ഹോൾഡ് ചെയ്യാൻ തന്നെ നമ്മൾ എഫർട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു സ്ഥാനത്താണ് ഇവിടെ സിംഗിൾ ലെഗിൽ നിന്ന് ചെസ്റ്റ് പ്രസ് ചെയ്യുന്നത്. അതായത് നോർമലി നമ്മൾ ചെസ്റ്റ് പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എഫർട്ടിനേക്കാൾ എത്രയോ അധികമാണ് എഫർട്ട് എടുക്കുന്നത്. സോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെസ്റ്റ് പ്രസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ചെസ്റ്റ് മസിൽസ് വേണ്ടിയാണ്. സോ ഈ ചെസ്റ്റ് മസിൽസ് ഫാറ്റീഗ് ആവുന്നത്. സോ ഈ വീഡിയോയിൽ ആ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ്, ഈ പർട്ടിക്കുലർ മൂവ്മെന്റ് പെർഫോം ചെയ്ത ആളാണ് ഈ ഒരു കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് നമ്മുടെ സ്റ്റെബിലൈസർ മസിൽസിന് വേണ്ടിയിട്ടൊക്കെ വളരെ യൂസ്ഫുൾ ആണ് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റെബിലൈസർ മസിലിന് നമ്മൾ സ്പെഷ്യലി ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഒരു വർക്കൗട്ട് നമുക്ക് എടുക്കാം. അതായത് നമുക്ക് ബൈസെപ്സ് കേൾ തന്നെ എടുക്കാം. നമ്മൾ ബൈസെപ്സ് കേൾ ചെയ്യുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത വെയിറ്റ് അത് നമ്മുടെ കൈ എക്സ്റ്റെൻഡ് ചെയ്യാനായി ഒരു ടെൻഡൻസി കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഷോൾഡർ ജോയിന്റും എക്സ്റ്റെൻഡ് ചെയ്യാനായി ഒരു ടെൻഡൻസി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൈ എക്സ്റ്റെൻഡ് ചെയ്യാനും നമ്മുടെ ഷോൾഡർ ജോയിന്റ് എക്സ്റ്റെൻഡ് ആയി പോകാനുമുള്ള ഒരു ശ്രമം മാത്രമല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അതാണ് നമ്മുടെ ഈ പൗണ്ട് എഡ്ജ്, നമ്മുടെ ഈ എൽബോ ജോയിന്റിനെ ഡിറ്റാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി അവിടെ നടക്കുന്നുണ്ട്. സോ ഇത് പ്രിവെന്റ് ചെയ്യാനായി നമ്മുടെ എൽബോയിലുള്ള കണക്റ്റീവ് ടിഷ്യൂസും സ്റ്റെബിലൈസർ മസിൽസും, ഐ റിപ്പീറ്റ്, സ്റ്റെബിലൈസർ മസിൽസ് ആക്റ്റീവ് ആവുന്നുണ്ട്. ഞാൻ ബൈസെപ്സിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഏതൊരു വർക്കൗട്ട് ആയാലും ഏതൊരു മെഷീൻസും വർക്കൗട്ട് എന്ന് ഉദ്ദേശിച്ചത് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്ന പോലെയല്ല. ഏതൊരു വർക്കൗട്ട് അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടെ എല്ലാ സ്റ്റെബിലൈസർ മസിൽസും, അതായത് ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്റ്റെബിലൈസർ മസിൽസ് ഏതൊക്കെ ആക്റ്റീവ് ആവണമെന്നുണ്ടോ അതൊക്കെ ആക്റ്റീവ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ബോഡി അവിടെ പെർഫോം ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്താൽ മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂ എന്നുള്ളതാണെങ്കിൽ തപസ് ചെയ്തോളൂ. അത് ചെയ്തില്ലെങ്കിലും നമ്മുടെ സ്റ്റെബിലൈസർ മസിൽസ് ആക്റ്റീവ് ആവുന്നുണ്ട്. പിന്നെ ഒരു കമന്റിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇത് സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്, വൺ ലെഗ് ഒക്കെ യൂസ് ചെയ്യും. സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ് ചെയ്യുന്നതാണെങ്കിൽ അത് ആദ്യം മെൻഷൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരാൾ ഒരു ബാസ്കറ്റ് പ്ലെയർ ആണെങ്കിൽ ആ ഒരു ബാസ്കറ്റ് ബോൾ നന്നായി കളിക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ട്രെയിനിങ്ങിനാണ് സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും ഒരു ജനറൽ പോപ്പുലേഷന് കൊടുക്കേണ്ട കാര്യവുമില്ല, കൊടുക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ ഈ SNC കോച്ചിങ് അല്ലെങ്കിൽ ഈ സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഒരു മസിൽസിന് ഫോക്കസ് ചെയ്യുന്ന വർക്കൗട്ട് എടുത്തിട്ട് അത് ഒരു കാലിലൊക്കെ നിന്ന് തപസ് ചെയ്തിട്ടാണ് നിങ്ങൾ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ആണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ, മീൻസ് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നതാണെങ്കിൽ ഇത് ശുദ്ധ മണ്ടത്തരമാണ്.